ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PSCയുടെ ഒരു ടോപ്പിക്കാണ്. നമ്മൾ കാറ്റുകൾ എന്നുള്ള ഒരു പ്രാദേശിക വാതകങ്ങൾ എന്നൊക്കെയുള്ള ഒരു ടോപ്പിക്ക്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റുകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം കോറിയോലിസ് ബലം. എന്താണ് കോറിയോലിസ് ബലം എന്ന് നോക്കാം. കാറ്റിൻ്റെ ദിശാവ്യതിയാനത്തിന് കാരണമായ ബലമാണ് കോറിയോലിസ് ബലം. കാറ്റിൻ്റെ ദിശാവ്യതിയാനത്തിന് കാരണമായ ബലമാണ് കോറിയോലിസ് ബലം. അപ്പോൾ കാറ്റിൻ്റെ ദിശാവ്യതിയാനത്തിന് കാരണമായ ബലം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? കോറിയോലിസ് ബലമാണ്. ഓക്കെ, നെക്സ്റ്റ് ഫെറൽ നിയമം. ഓക്കെ, ഫെറൽ നിയമം കാറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത്. ഫെറൽ നിയമം എന്താണെന്ന് നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിൻ്റെ ഗതി അതിൻ്റെ സഞ്ചാര ദിശയുടെ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റിൻ്റെ ഗതി സഞ്ചാര ദിശയുടെ ഇടതുവശത്തേക്കും വളയുന്നു. ഈ നിയമമാണ് ഫെറൽ നിയമം. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വളയുന്നു. ഇതാണ് ഫെറൽ നിയമം. ഇനി വിവിധ തരം കാറ്റുകളെ പറ്റി നോക്കാം. സ്ഥിരവാദങ്ങളുണ്ട്, പ്രാദേശികവാദങ്ങൾ. സ്ഥിരവാദങ്ങളെന്നും പ്രാദേശികവാദങ്ങളും ഇങ്ങനെ വിവിധ തരം കാറ്റുകളാണ് ഉള്ളത് നമുക്ക്. ഇനി അതിൻ്റെ അകത്ത് സ്ഥിരവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആഗോള മർദ്ദമേഖലയുടെ സ്വാധീനം മൂലം വർഷം മുഴുവൻ തുടർച്ചയായി ഒരു നിശ്ചിത ദിശയിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. സ്ഥിരവാദങ്ങൾ എന്താ? ആഗോള മർദ്ദമേഖലകളുടെ സ്വാധീനം മൂലം ഒരു വർഷം മുഴുവൻ ഒരൊറ്റ ഡയറക്ഷനിലോട്ട് മാത്രം വീശിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളാണ് സ്ഥിരവാദങ്ങൾ. സ്ഥിരവാദങ്ങളെന്നും അവയെ നിരന്തരവാദങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. ഓക്കെ, വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ ഇതൊക്കെ ഏതാണ്? സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ട്രേഡ് വിൻഡ്സ് എന്താണെന്ന് നോക്കാം. ട്രേഡ് വിൻഡ്സ് 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ട്രേഡ് വിൻഡ് അല്ല, വാണിജ്യവാദങ്ങൾ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു സ്ഥിരവാദങ്ങൾക്ക് എക്സാമ്പിളാണ് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് വാണിജ്യവാദങ്ങൾ ഏതാണെന്ന് നോക്കാം. വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയുടെ സെൻറ്ററിലോട്ട്, ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് നിരന്തരമായിട്ട് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഇനി പശ്ചിമവാദങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, പശ്ചിമവാദങ്ങൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി അക്ഷാംശത്തിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. ഇനി ധ്രുവവാദങ്ങൾ എന്താണെന്ന് നോക്കിയാൽ ആർട്ടിക് അറ്റ്ലാന്റിക് പ്രദേശങ്ങളിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന ശൈത്യമേറിയതും അതിശക്തവുമായ കാറ്റാണ് ധ്രുവവാദങ്ങൾ. ഓക്കെ, അപ്പം 3 വാദങ്ങളാണ്: വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ അല്ലെങ്കിൽ ധ്രുവവാദങ്ങൾ. ധ്രുവീയവാദങ്ങൾ എന്നാണ്. വാണിജ്യവാദങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലേക്ക് നിരന്തരം വീശുന്ന കാറ്റ്. ഇനി പശ്ചിമവാദങ്ങൾ എന്തെന്ന് വെച്ചാൽ 30 ഡിഗ്രി അക്ഷാംശത്തിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന കാറ്റ്. ഇനി അടുത്തതാണ് എന്താണ്? ധ്രുവീയവാദങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിക് അറ്റ്ലാന്റിക് പ്രദേശങ്ങളിൽ നിന്ന് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന ശൈത്യമേറിയതും അതിശക്തവുമായ കാറ്റുകളാണ് ധ്രുവവാദങ്ങൾ. ഓക്കെ, ഇനി കാലികവാദങ്ങൾ. കാലികവാദങ്ങൾ എന്താണെന്ന് നോക്കാം. കാലികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിളുകളാണ് മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. അപ്പോൾ കാലികവാദങ്ങൾ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഏതൊക്കെയാണ്? മൺസൂൺ കാറ്റുകൾ, കരൽക്കാറ്റ്, കടൽക്കാറ്റ്, താഴ്വരക്കാറ്റ്, പർവ്വതക്കാറ്റ്. ഇതൊക്കെ എന്താണ്? കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഇതിൻ്റെ അകത്ത് മൺസൂൺ കാറ്റുകൾ നോക്കാം. മൺസൂൺ കാറ്റുകൾ, അപ്പോൾ അതിൻ്റെ അകത്ത് മൗസി എന്ന അറബി പദത്തിൽ നിന്നാണ് ഈ മൺസൂൺ എന്ന പദം ഉണ്ടായത്. ഓക്കെ, മൗസി എന്ന അറബി പദം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഋതുക്കൾ എന്നാണ് അർത്ഥം. സമുദ്രങ്ങളുടെ സാന്നിധ്യമാണ് സാധാരണയായി മൺസൂൺ കാറ്റുകൾ ഉണ്ടാക്കാനായിട്ട് കാരണം.
തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് വീശുന്നത്. ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. ഓക്കെ, അതായത് നമ്മൾ സ്കൂൾ തുറക്കുന്ന ഒരു ടൈം ഓർത്താൽ മതി. അപ്പോൾ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇനി ഇത് അതുപോലെ തന്നെ വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്, വടക്കു കിഴക്കൻ മൺസൂണ് ഉണ്ട്. അത് വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത്. സാധാരണ ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, മലേഷ്യ, തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ ഐക്യനാടുകൾ, ചൈന, ജപ്പാൻ ഇവിടെയൊക്കെയാണ് വടക്കു കിഴക്കൻ മൺസൂൺ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാറ്റുകളെ പറ്റി നമ്മൾ നോക്കാം. സാധാരണയായിട്ട് PSCക്ക് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനുകളാണ്. ഒന്നാമത്തെ ലൂ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ലൂ എന്ന് പറയുന്ന കാറ്റ് മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയുടെ ഉത്തര സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതവും ചൂടേറിയതുമായ പ്രാദേശികവാതമാണ് ലൂ. ഓക്കെ, മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയുടെ ഉത്തര സമതലങ്ങളിൽ വീശിയ ഈർപ്പരഹിതവും ചൂടേറിയതുമായ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലൂ ആണ്, മെയ് ജൂൺ മാസങ്ങളിൽ. ഇനി മിസ്ട്രൽ എന്ന് പറയുന്ന കാറ്റ് ഈർപ്പരഹിതമാണ്, എന്നാൽ അത്യധികം ശൈത്യമേറിയതും ഹേമന്തകാലത്ത് അനുഭവപ്പെടുന്നതുമായ വാതമാണ്. ഇത് പർവ്വതങ്ങളിലാണ് രൂപപ്പെടുന്നത്. ലൂ ഉത്തര സമതലങ്ങളിൽ, മിസ്ട്രൽ പർവ്വതങ്ങളിൽ. ഓക്കെ, ശൈത്യമേറിയ ഹേമന്തകാലത്താണ് മിസ്ട്രൽ. ഇനി നോർവെസ്റ്റുകൾ എന്ന് പറയുന്നത് ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ കാണുന്ന ഇടിമിന്നലോടുകൂടിയ പേമാരിയാണ് എന്ത്? നോർവെസ്റ്റുകൾ. ഇതിനെ കാൽബൈശാഖി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ലൂ, കാൽബൈശാഖി, ഇത് രണ്ടും ആവർത്തിച്ച് ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. നെക്സ്റ്റ് ചിനൂക്ക് എന്ന് പറയുന്ന ഒരു തരം കാറ്റാണ്. അതിൻ്റെ അർത്ഥം മഞ്ഞു തിന്നുന്നവനാണ്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് മഞ്ഞ്, തണുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റോക്കി പർവ്വതങ്ങളുടെ കിഴക്കൻ ചരിവുകളിലൂടെ വീശി ഇറങ്ങുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോൺ എന്ന് പറയുന്ന വേറൊരു കാറ്റാണ്. ഫോൺ എന്ന് പറയുന്ന യൂറോപ്പിലെ ചിനൂക്ക് എന്നറിയപ്പെടുന്ന പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഒരു കാറ്റിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ എന്താണ്? അത് ഫെൻ എന്നാണ്. ഓക്കെ, ഫെൻ എന്നാണ്, ഫെൻ. നെക്സ്റ്റ് എലിഫൻ്റ് എന്ന് പറയുന്ന കാറ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മലബാർ തീരത്ത് വീശിയടിക്കുന്ന പ്രാദേശിക വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് എലിഫൻ്റായാണ്. നെക്സ്റ്റാണ് കാലിമ എന്ന് പറയുന്നത് വടക്കൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമികളിൽ വായുപാളികളിൽ രൂപം കൊള്ളുന്ന ഒരു പ്രാദേശിക വാതമാണ് കാലിമ. ഓക്കെ, സഹാറ മരുഭൂമിയിലുള്ള കാലിമ. എലിഫൻ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മലബാർ തീരത്ത്. ഫെൻ എന്ന് പറയുന്ന ചിനൂക്ക് എന്നറിയപ്പെടുന്ന യൂറോപ്പിലെ ചിനൂക്ക് എന്ന പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. പിന്നെ ചിനൂക്ക് എന്ന് പറയുന്ന വാതം ഏതാ? റോക്കി പർവ്വതനിരകളിൽ വീശുന്നത്. അപ്പം ഇനി കാറ്റുമായിട്ട് ബന്ധപ്പെട്ട വേറൊരാണ് കാറ്റിൻ്റെ വേഗം അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. ഇനി വായുവിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപയോഗം ഏതാണ്? ഹൈഗ്രോമീറ്റർ. വായുവിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റുകൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഞാൻ ടൈപ്പ് ചെയ്ത് കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് എഴുതുക. അപ്പം ഇനിയുള്ള വീഡിയോയിൽ ഞാനത് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.